അല്ല ചേച്ചിയെ, കാലത്തെ കതർ സാരി കൊടുത്ത് ചെത്തി എങ്ങോട്ടാ? ഇന്ന് പാർട്ടിയുടെ മകളാ വിഭാഗത്തിന്റെ കൺവെൻഷനാ. ഓ, പോകുന്നതൊക്കെ കൊള്ളാം. ഒരു തന്തൂരി ചിക്കനായിട്ട് ഇങ്ങോട്ട് തിരികെ വരരുത്. ഏരമണിയാ വേണ്ട, വായിലൊന്നും കേക്കണ്ട. ഇതാര്? ഭാഗ്യലക്ഷ്മിയാ? കേട്ടുമില്ലേ, 4-5 കൊല്ലം മുമ്പ് പാല് കച്ചവടം നടത്തിയപ്പോ പാലിച്ചിരി കൊഴുപ്പ് കൂടാൻ വേണ്ടി ഇരക്കിരിയിട്ട് നേരാ നാട്ടുകാര് പൊയിലെ തല്ലിയപ്പോ പാല് കച്ചവടമേ നിർത്തി കറവയിൽ ഒതുങ്ങി. എന്നിട്ടിപ്പോഴും ഇരമണി എന്ന പേര് ബാക്കി. കയ്യിലിരിപ്പോണ്ട് കിട്ടിയതല്ലേ? കിടക്കട്ടെ, വാ. എന്നാ കിടക്കട്ടെ. ഒന്ന് അടങ്ങി നിൽക്ക് പശുവേ. അല്ലെങ്കിൽ ഈ ചവിട്ടും ചാട്ടവും ഒക്കെ പെൺവർഗത്തിന് പറഞ്ഞിട്ടുള്ളതാ. അല്ല, ഒന്നിന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. അകത്താരും ഇല്ലേ? ഇന്ന് ആയില്ലല്ലേ? മാമി മക്കളെയും മരുമക്കളെയും കൊണ്ട് നാഗക്കാവിൽ ഉരുളി അമിത്താൻ പോയി. മൂത്ത് വരച്ച ശേഷം മക്കളെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ആര് കേൾക്കാനാ? ഉരുളിയല്ല, ഇനി അണ്ടാവ് കമഴ്ത്തിയാലും ഇവിടുത്തെ സ്വാമിമാരുടെ ഭാര്യമാരെ പ്രസവിക്കാൻ പോണില്ല. അവർക്ക് വേണ്ടി ഉരുളി കമഴ്ത്താതെ ഇനി കെട്ടാൻ നിൽക്കുന്ന 2 കാളന്മാരെയും പിടിച്ച് കെട്ടിക്കാൻ മാമിയോട് പറ. അനന്തരാമണ്ണന് കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ ആലോചന മുഴുവനും അനിയനായ കല്യാണകൃഷ്ണനാ വരുന്നത്. അയാൾക്കാണെങ്കിൽ കല്യാണമേ വേണ്ടാന്നാ, നിത്യബ്രഹ്മചാരിയാകാനാ തീരുമാനം. അയ്യേ, ആ കഴുത അനന്തരാമൻ ആലോചിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവൻ ആര് പെണ്ണു കൊടുക്കാനാ? കല്യാണകൃഷ്ണൻ അങ്ങനെയല്ലല്ലോ. നല്ല പഠിപ്പ്, തൃശ്ശൂര് ബാങ്കിൽ ഉദ്യോഗം, എന്നെ പോലെ സുന്ദരൻ. എന്നാ അഴക്. ആ പിന്നെ കല്യാണകൃഷ്ണണ്ണന് പാലക്കാട്ടിൽ നിന്ന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആൾക്കാർ ഇന്നെത്തും. അല്ല, നമ്മളിങ്ങനെ വല്ലവന്റെയും കല്യാണക്കാര്യം പറഞ്ഞു നടന്നാൽ ഒടുവിൽ നമ്മൾ കുട്ടകം കമഴ്ത്തേണ്ടി വരും. മനസ്സിലായില്ല? അത് ഭാഗ്യലക്ഷ്മിക്കും സന്തതികൾ ഉണ്ടാവാനുള്ള പ്രായമായി എന്ന് പറയായിരുന്നു. എന്നോട് കൊഞ്ചാനും പഴയ നിൽക്കണ്ട. ക്ഷീരതരയ്ക്ക് സമയമായി. പാലെടുക്ക്, എനിക്ക് അമ്പലത്തിൽ പോണം. പശുവേ, എന്റെ മനസ്സിലിരിപ്പ് നീയെങ്കിലും ഒന്ന് അവളോട് പറ. അതേ സ്വഭാവം തന്നെ നിനക്കും. മഠത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയാവുന്നു. പൂർവജന്മ പാവങ്ങളൊക്കെ പുറത്ത് അനുഗ്രഹിക്കണേ നാഗക്കാവിലമ്മേ. കല്യാണകൃഷ്ണന് കല്യാണം ഒന്നും ആയില്ലേ? അവനുക്ക് കല്യാണമേ വേണ്ടാന്ന് ചൊല്ലാൻ ഞാൻ എന്നാ ചെയ്തേൻ? എല്ലാം ഞാൻ തലയിൽ എഴുത്ത്. അനന്തരാമൻ ഇവിടെ ഇല്ലേ? കല്യാണകൃഷ്ണന് പാലക്കാട്ടുനിന്ന് ഒരു ആലോചനയുമായി ഒരാളിങ്ങെത്തും. അയാളെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവനെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ആ ലെയിൻ സാറിന്റെ കള്ള ഹെമാറിനെ തിരക്കാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ ഈ വയ്ക്കാം. ഒരുപാട് പൈസ ഓട്ടോറിക്ഷ കൊടുത്തിയാണ്. ഇനി ഓടുന്നല്ലേ? ഇനി നിന്നിട്ടില്ലെങ്കിൽ എന്നെ കാറെടുത്ത് വന്ന് പിടിക്കും. അന്നത്തെ നമ്മൾ നടക്കുമ്പോ നീ നമ്മളെ വെട്ടിച്ചോടല്ലേ? ഈ ഓടി വിളിച്ചതല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരറിയണ്ടെന്ന് കരുതി ഒന്ന് മാറി നിന്നതല്ലേ? അതെ, ഒന്നുകിൽ എന്റെ മരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ പൈസ കിട്ടണം. മഠത്തിലുള്ളവർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മരം വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് വന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെ മുറിക്കാനാ? അണ്ണന്മാരെ അറിഞ്ഞ എന്റെ വട്ടപാലിന് മുറിക്കും. എന്നാൽ എന്റെ വാങ്ങിയ പൈസ തിരിച്ചുകൊണ്ടടാ. ഉറുപ്പ് 1 2 അല്ല, 10,000 എണ്ണി വാങ്ങിയേ. ഇനി ഈ ബാലുശ്ശേരി ബഷീറിനെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ബാലുശ്ശേരിക്ക കുറച്ച് ദിവസം കൂടി അവധി തരണം. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തിരിയെത്താം. ഇനിയോ? ഇനി എന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇനി എന്റെ മരത്ത് കയറി കുത്തിരുന്നാലോ എന്ന് ആലോചിക്കാണ് ഞാൻ. അയ്യോ ചതിക്കല്ലേ, അങ്ങോട്ട് വന്ന വേറെ പ്രശ്നമുണ്ട്. എന്നെ രക്ഷിക്കണം. വാങ്ങിയ പൈസ കൊണ്ടുകൊണ്ടാ, അല്ലെങ്കിൽ മരത്ത് കയറി ഞാൻ കുത്തിരിക്കും. എല്ലാരും മഠത്തിലോട്ട് വരട്ടെ. വരുമ്പോ ഒരു റീത്ത് കൂടെ കൊണ്ടുവരണം. എന്തിനാ എന്റെ ഉമ്മാന്റെ നെഞ്ഞത്ത് വെക്കാനാ? എന്റെ ഉമ്മാന്റെ നെഞ്ചത്ത് വയ്ക്കാനല്ല, ഇവന്റെ അമ്മയുടെ നെഞ്ചത്ത് വയ്ക്കാനാ. ഇവന്റെ അമ്മ ഇപ്പൊ ചത്തുപോയിട്ടാണ്. അപ്പൊ ഞാൻ വന്നത് നന്നായി. ഇവന്റെ ഉമ്മാന്റെ മയ്യത്ത് കാണാനുള്ള ഭാഗ്യമെങ്കിലും നമുക്ക് ഉണ്ടായല്ലോ. ഞാനും വരാം. ഈ മാനസികാവസ്ഥയെ അവനെ വിഷമിപ്പിക്കരുത്. അന്യാധികാര മഠത്തിൽ കേട്ടില്ല. ചത്ത് എടുക്കുമ്പോഴാണ് ജാതി മതം.
ചത്തവർക്ക് കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്നവർ കണ്ടാ വിടുവോ? ശരി ശരി, നീ മഠത്തിലേക്ക് പോയിക്കോ, വിഷമിക്കണ്ട. എന്റെ ഉമ്മന്റെ അടിയാൻ തരത്തിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്ക്. നമ്മളെ വയസ്സ് 1, 2, 3 ആഴ്ച അയച്ചിട്ട് തന്നാ മതി. പണമല്ല മോനെ വലുത്, സ്നേഹാണ് വലുത്. നിനക്ക് എന്റെ അടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള പൈസ ഉണ്ടോ മോനെ? ഇല്ല, നമ്മളെ അടുത്തും ഇല്ല. പിന്നെ എന്തോന്നും ചോദിച്ചു പോയി വയ്യത്തടക്കണ പന്നി. മണിയാ അയ്യോ, ഓ രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞാണ്ട കാര്യം രക്ഷപ്പെടുന്നത്. ഞാൻ പേടിച്ചു പോയി. ചില സാഹചര്യത്തിലേ അമ്മയും അമ്മായിയൊക്കെ മരിച്ചുപോയെന്ന് പറയേണ്ടി വരും. ഇവിടെ ചിതാഭസ്മം പ്രദർശിപ്പിച്ച് ഓരോരുത്തർ അധികാരത്തിൽ കയറുന്നു. പിന്നെ ഇത് നീ മഠത്തിലോട്ടിയല്ലേ? ഞാനിങ്ങോട്ട് വരുമ്പോ മഠത്തിലേക്കുള്ള വഴിതെറിക്ക് ഒരുത്തം പോകുന്നത് കണ്ടു. കല്യാണകൃഷ്ണന് കല്യാണാലോചനയിൽ വന്ന ആളാകാനാണ് വഴി. അയ്യോ, അയാളെ കാണാനാ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തുന്നത്. പിന്നെ അങ്ങോട്ട് ചെല്ലേ. വരാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഞാൻ അവിടെ ചെന്ന് കാണും. ശംഭു മഹാദേവൻ സ്വാമിയില്ലേ? ഇല്ല, ശീഘ്രം വരും. ഞാനൊരു കാര്യം സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നമസ്കാരം. വാങ്ങോ വാങ്ങോ, അകത്തോട് സംസാരിക്കാം. കാര്യങ്ങളൊക്കെ വ്യക്തമായി സംസാരിച്ച് ഇന്ന് തീരുമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. തീരുമാനിക്കാനൊന്നുമില്ല, കാര്യം നടക്കാതെ വലിയ സ്വാമിയോട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ. വലിയ എണ്ണം അപ്പടിയെല്ലാം ചൊല്ലും. അതിന് കല്യാണക്കെട്ടിൽ സമ്മതിക്കണ്ടേ? എന്റെ കല്യാണം നടക്കാതെ തമ്പി സമ്മതിക്ക മാട്ടെ. നിങ്ങൾ എന്നായി പറയുന്നേ? ഞങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാ. എത്ര തവണ ഉറപ്പിച്ച് കഴിഞ്ഞതാ, അവൻ സമ്മതിക്കാതെ. എന്റെ കല്യാണം നടക്കതേ മാട്ടെ. കല്യാണം നിങ്ങൾ പാലക്കാട്ടിന് കൃഷ്ണസ്വാമി പറഞ്ഞിട്ടൊന്നാണല്ലേ? ഞാൻ നിങ്ങളുടെ തുണങ്ങമ്മേലയിൽ വിൽക്കാനിട്ടിരിക്കുന്ന വസ്തുവിന്റെ കാര്യം പറയാൻ വന്നതാ. അപ്പച്ചൻ ദുബായിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇടപാട് നടത്തണം. അപ്പച്ചന്റെ പേരുണ്ട് ജോർജ് ജോസഫ്, ഞാൻ ബാബു ജോർജ്. അപ്പോ നെറ്റിയുടെ ഈ ചങ്ങനക്കുറി ഇതോ? അത് ഡോക്ടർ മേനോന്റെ മകളുടെ മാരേജിന് പോയിട്ട് വരുന്ന വഴിയാ. പണ്ട് വേണ്ടവാ ചതിച്ചോ? നെറ്റിയിൽ ഈ ചമ്മനക്കുറി കണ്ടപ്പോ കല്യാണം കിട്ടുന്ന കല്യാണം ആലോചിച്ച് വന്ന ആളാണെന്ന് കരുതി. പണത്തിന് മുകളിലൂടെ പറക്കുന്ന കാക്കത്ത് പോലും ഊണൂലുണ്ടോന്ന് നോക്കുന്ന ആൾക്കാരെ ഇവിടെ ഉണ്ടായിരുന്നു. അഞ്ചു ജാതിക്കാർ ഈ മഠത്തിന് മുറ്റത്ത് പോലും കേട്ടാറില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് ഇറങ്ങി കൊലപാതകം നടക്കും താളെന്ന് ഇറങ്ങിയായിരുന്നു. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ മടക്കത്തിനുള്ളിൽ ഏറ്റാ ഇനി എന്നെങ്കിലും നടക്കി പോകും. ഒന്ന് കേട്ടിട്ട് മൂർത്തികൾ വാഴുന്ന മച്ചിനികളെ മത്സ്യമാംസാദികൾ ചാപ്പിടുന്നവരെ പിടിച്ചിരിക്കുകയാണ്. ശരിയാ, അവിടെ കെട്ടുപോകണത്തേക്ക് ഇനി എന്നെ വേണം അറിവ് കിട്ടണം. മഠത്തിൽ ഒരാൾ വന്നിരിക്കുന്നു മണിയൻ சொன்னപ്പോ പെൺവീട്ടുകാരായിരിക്കും ഞാൻ കരുതി. വെട്ടി വാഴയ്ക്ക് വളരണം. അവനോട് കഴിച്ചിട്ട് പ്രയോജനമില്ല. ശീഘ്രം കുഞ്ഞുങ്ങൾ വിളിച്ച് വീട് ശുദ്ധി വരുത്താൻ നോക്കും. ഞാൻ വിളിച്ച് ഒരു പ്രയോജനമില്ലേ? കളഭ ശുദ്ധി വരുത്തണം. അതും 41 നാൾ പൂജ പണ്ട കളഭത്താളുതാ വേണം. ശിവ ശിവ. പാലക്കാട്ടിൽ നിന്ന് വന്നവരെ എന്നാ ചൊല്ലിട്ട് പോയി? അവർക്ക് തിരുമണത്തിന് സമ്മതമാ. നമ്മ മടം ഇടുകയൊക്കെ വളരെ ഇഷ്ടായി. നടന്നു കിട്ടിയാൽ നല്ലതാക്കും. അതിന് കല്യാണകൃഷ്ണൻ സമ്മതിക്കണ്ടേ? അപ്പൊ അന്റെ കല്യാണം ഫിക്സ് ആച്ചാ? അങ്ങനായ ഞാൻ നിൽക്കുമ്പോ തമ്പിയായ അവന്റെ കല്യാണം നടത്താമോ? നിനക്ക് ആര് പെണ്ണ് തരാനാ? പഠിപ്പില്ല, കുളിയില്ല, ജപമില്ല. കാണിക്കുന്നതോ മുഴുവൻ മണ്ടതരങ്ങൾ. இதுதானே பிரம்மச்சாரியா இருந்து கோயில் காரியங்கள் எல்லாம் பாத்துக்கிறான். இவன் காலத்துக்கு அப்புறம் யார் இருக்கா? நீ பிரம்மச்சாரியா இருந்து கோயில் காரியங்கள் எல்லாம் பாத்துக்கோ. ஆமா, அண்ணா சரி. ചന്ദ്രൻ കേട്ടാ പോതും. നീ തൃശ്ശൂർ പോയി കല്യാണകൃഷ്ണനെ പാർത്ത് അർജന്റ് മടത്തേക്ക് വരച്ചില്ലേ? വേണമെങ്കിൽ മണിയനും കൂട്ടിക്കോ. ഒരു പെണ്ണിനെ കല്യാണം ചെയ്ത് സുഖമായി ജീവിക്കുന്ന ആശ പോച്ച്.